കുറേ കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. എല്ലാവരും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാനതിൻ്റെ മറ്റൊരു വശം പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഞാൻ ഭാവിയിൽ സിനിമ ചെയ്യാൻ ഇരിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ സിനിമാ മേഖലയെപ്പറ്റി പഠിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് തോന്നിയ ചില വ്യത്യസ്ത ആശയങ്ങൾ പറയുകയാണ്. അപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വരണം എന്ന് കുറേ പേര് ശഠിക്കുന്നു, പുറത്ത് വരരുത് എന്ന് കുറേ പേര് ശഠിക്കുന്നു. രണ്ട് ഭാഗത്തും ന്യായങ്ങൾ അതാത് ആശയങ്ങളെ മുന്നോട്ട് വയ്ക്കുന്നവർ പറയുന്നുണ്ട്. റിപ്പോർട്ട് പുറത്തു വരണം എന്ന് പറയുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നണിയിൽ നടക്കുന്നതെന്ന് എല്ലാവരും അറിയണം. ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഇനി മുന്നോട്ടിങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഒരു താക്കീതെന്നുള്ള നിലയിലെങ്കിലും ഇത് പുറത്തു വരണം. ഇനി ഇത്തരം സംഭവങ്ങൾ മുന്നോട്ട് കുറയുകയോ ഇല്ലാതാവുകയോ ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ഇത് പുറത്ത് വരരുതെന്ന് പറയുന്നവർ ഇതിൽ പല മാന്യന്മാരുടെയും പേരുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഓരോരോ മനുഷ്യരെ മനഃപൂർവ്വമായോ അല്ലാതെയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പേരുണ്ടെന്ന് കരുതി ചിലപ്പോൾ ആരോപണങ്ങൾ വെച്ചുള്ള ഇതായിരിക്കാമല്ലോ എന്നൊക്കെയാണ് വാദിക്കുന്നത്. എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ വെറുതെ ആരുടെങ്കിലും പേരുകൾ വലിച്ചിഴച്ചിട്ടുണ്ടാവും. ചിലപ്പം സത്യസന്ധമായിട്ട് പ്രമുഖരുടെ പേരുകൾ അതിൻ്റെ അകത്തുണ്ടാവും. എന്താണെങ്കിലും അത്തരം ആളുകളെ എല്ലാം താറടിക്കുന്നതിന് തുല്യമായിരിക്കും. ആ രീതിയിലാണ് ആ ഒരു നറേറ്റീവ് പോകുന്നത്. അപ്പോൾ പൊതുവായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്കിത് പുറത്ത് വരണം എന്നുമുണ്ട്, പുറത്ത് വരണ്ട എന്നുള്ളതും ഉണ്ട്. അങ്ങനെ 50-50 ആയിട്ടാണ് പൊതുവേ ഒരു ജനവികാരം നിൽക്കുന്നത്. ജനവികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്നുള്ളത് മാത്രമല്ല, മൊത്തത്തിൽ നമുക്കിപ്പോൾ പുറത്ത് വരണമെന്നും പറയാം, പുറത്ത് വരണ്ടെന്നും പറയാം. എന്നാൽ പോലും പുറത്ത് വരണമെന്ന് ചോദിച്ചാൽ വരണം, വരണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് എന്നുള്ളൊരിതാണ്. അപ്പോൾ പിന്നെ ഇതിലൊരു തീരുമാനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഔദ്യോഗികമായിട്ട് പുറത്ത് വരണം എന്നേ പറയാൻ പറ്റത്തുള്ളൂ, അല്ലേ? ശ്രദ്ധിക്കുക, ഔദ്യോഗികമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ റിപ്പോർട്ട് പുറത്ത് വിടണം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിനെയൊക്കെ ഇങ്ങനെ പല രീതിയിൽ കൗണ്ടർ ചെയ്ത് അത്തരം ആളുകളുണ്ടല്ലോ, അപ്പോൾ അവരാണ് പറയുന്നത് പുറത്ത് വിടണ്ട എന്നുള്ള രീതിയിൽ. അങ്ങനെ അപ്പോൾ പുറത്ത് വിടണ്ട എന്നുള്ളതിൽ അതത്ര ശരിയല്ല എന്ന് പറയുമ്പോൾ തന്നെ പുറത്ത് വിടണം എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ള ഇതും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിലും നമ്മളിങ്ങനെ മാറി മാറി ചിന്തിച്ച് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ അങ്ങ് പോവുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ അങ്ങ് പോകും, മുന്നോട്ട് ഇങ്ങനെ പുറത്ത് വിടണം, പുറത്ത് വിടണ്ട എന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങ് പോയി ഇതങ്ങ് തേഞ്ഞു മാഞ്ഞ് പോകും എന്നുള്ളതുകൊണ്ടാണ് ഈ കുറേ ആൾക്കാർ ധൈര്യമായിട്ട് ഇതങ്ങ് പുറത്ത് വിടുമെന്ന് പറയുന്നതും കുറേ ആൾക്കാർ ധൈര്യമായിട്ട് ഇത് പുറത്ത് വിടണ്ടെന്ന് പറഞ്ഞ് ശഠിക്കുന്നതും. കാരണം ഇതിനെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ച് പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ ന്യായം കോർത്ത് ഇങ്ങനെ സമാന്തരമായിട്ട് അങ്ങ് പോകത്തുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പോകും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാകുന്ന ഇതാണ്. ഇങ്ങനെ അങ്ങ് പോയി പുറത്ത് വിടണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയി അതങ്ങ് മൺമറിഞ്ഞ് പൊക്കോളും. അപ്പോൾ അതാണ്, ആ ഒരു ട്രാക്കിലാണ് ഇപ്പോൾ ഇത് പോകുന്നത്. അതുകൊണ്ട് പുറത്ത് വിടണമെന്ന് പറയുന്നവർക്ക് ധൈര്യമായിട്ട് പുറത്ത് വിടണമെന്ന് പറയാം, പുറത്ത് വിടണ്ടെന്ന് പറയുന്നവർക്കും അങ്ങനെയും പറയാം. പക്ഷേ ഇത് പോരല്ലോ. ഇതിൻ്റെ പിന്നണിയിൽ ഇതിനെപ്പറ്റി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ സിനിമാ മേഖലയെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ സിനിമാ മേഖലയ്ക്കെതിരെ വരുന്ന ഒരു റിപ്പോർട്ടാണ്. ഇപ്പം അതിൽ ആരുടെ പേരുണ്ട് ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല, മൊത്തം സിനിമാക്കാരെ എല്ലാം സിനിമാ മേഖലയെ ബാധിക്കുന്ന അവർക്ക് നാണക്കേടായി മാറുന്നത്. ഇപ്പോൾ അവരുടെ ആരുടെയും പേരില്ലെങ്കിൽ പോലും സിനിമാക്കാരെന്നുള്ള ലേബലിലല്ലേ ഇങ്ങനെയൊരു റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ അതിൽ സിനിമാക്കാരെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് അവരുടെ പേര് അവർക്കതിൽ പങ്കൊന്നും ഇല്ലെങ്കിൽ പോലും അവരെയും കൂടെ ഈ നാണക്കേട് ബാധിക്കുകയാണ്.
അങ്ങനെ ഒരു കാര്യം ഇതിലുണ്ട്. ഞാനതിനെ സപ്പോർട്ട് ചെയ്ത് പറയുമൊന്നുമല്ല, പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇതിലുണ്ട്. അപ്പം ഞാനൊരു സിനിമാക്കാരനാണ്, ഞാൻ സിനിമാ മേഖലയിൽ ഒരു സംഘടനയിലെ അംഗമാണെങ്കിൽ എനിക്ക് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ എൻ്റെ പേര് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇല്ലെന്ന് തന്നെ വെച്ചു, ഞാനൊരു നിരപരാധിയാണ്, എൻ്റെ പേരില്ല എങ്കിൽ പോലും ഞാൻ നിൽക്കുന്ന സംഘടനയ്ക്കുള്ളിൽ ഉള്ള 3-4 പേര് ആ റിപ്പോർട്ടിൽ പേരുണ്ട്, അവരുടെ പേരൊക്കെ വെളിയിൽ വരുവാണെങ്കിൽ എൻ്റെ സംഘടനയല്ലേ ഇന്ന സംഘടന എന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഇത് എന്നെയും കൂടെ ബാധിക്കും. ഇതിൽ കൂടുതൽ ഞാനത് പറഞ്ഞ് കുളമാക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സിനിമാക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആരുടെ പേര് അതിലുണ്ട് ഇല്ല എന്നുള്ളതല്ല, ഈ റിപ്പോർട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ പേരുള്ളവന്മാർ നാറും, അത് പേരുള്ളവർക്കിട്ട് പണി കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ അതല്ല വിഷയം. ഈ മൊത്തത്തിൽ സിനിമാ മേഖലയ്ക്കൊരു അതൊരു ഒരു മുഖത്തേറ്റ അടി പോലെ ആയിപ്പോവും, മൊത്തത്തിലൊരു നാണക്കേടാവും സിനിമാക്കാർക്ക്. അപ്പോൾ അതൊരു കാര്യമാണ്. അതിന് ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയുമല്ല, അതൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിൽക്കുന്നു. പിന്നെ ഈ പ്രശ്നം ഈ മലയാള സിനിമയിലാണെങ്കിലും മറ്റ് ഇൻഡസ്ട്രിയിലാണെങ്കിലും സ്ത്രീകൾക്ക് പ്രാധാന്യമില്ല, തുല്യത വന്നിട്ടില്ല. ഈ ഭാവനയുടെ ലോകമാണെങ്കിൽ തന്നെയും ആദ്യം തുല്യത വരേണ്ട ഭാവനയുടെ ലോകത്ത് നിന്നാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ വന്നിട്ടില്ല, ദുരിതമാണെന്നുള്ളതാണല്ലോ എല്ലാ സിനിമാ മേഖലയിലെ സ്ത്രീകൾ അവകാശപ്പെടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചിലർ ഫൈറ്റ് ചെയ്യുന്നു, ചിലർ മാറി നിൽക്കുന്നു, അങ്ങനെ കുറേ ഇൻസിഡൻസൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ അവരിങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അന്നേരമാണ് അവർ ഇത്തരം കാര്യങ്ങളെല്ലാം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള, സ്ത്രീകളുടെ ഉന്നമനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം അവർ തീരുമാനിച്ച് നടപ്പിലാക്കി, അങ്ങനെ അതിനു വേണ്ടി നിലകൊണ്ട് അങ്ങനെ ആ രീതിയിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് മാറി നിന്നതിന് ശേഷം. പക്ഷേ ഇപ്പോൾ തുല്യതയുടെ മൂല്യം, ആശയങ്ങളൊക്കെ കൂടുതലായിട്ടും സിനിമാ മേഖലയിലോട്ട്, കഥകളിലോട്ടൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഞാനൊക്കെ എൻ്റെ കഥ എൻ്റെതല്ല, എൻ്റെ ഫുൾ ഫിഗർ എന്നൊക്കെ പറയുന്ന പോലെ ഞാനൊക്കെ എപ്പോഴും എൻ്റെ കഥ, എൻ്റെ സംവിധാനം, എൻ്റെ സിനിമ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുന്നത് അതിൽ ഈ തുല്യതയുടെ മൂല്യത്തിൽ, ആധുനിക മൂല്യത്തിൽ അടിസ്ഥാനമാക്കിയുള്ള സംഭവങ്ങളായതുകൊണ്ടാണ് ഞാനങ്ങനെ ധൈര്യമായിട്ട് അങ്ങ് അടിച്ചു വിടുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു നിലവാരത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സംഭവം, കാര്യങ്ങൾ. അപ്പോൾ പഴയതിനേക്കാളൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പതുക്കെ മാറി നിന്ന സ്ത്രീപക്ഷത്തുള്ള ആൾക്കാർ എല്ലാം പതുക്കെ ഇങ്ങോട്ട് ഇപ്പോൾ അടുത്ത് വരുന്ന, സിനിമയോട് അടുത്ത് വരുന്നതായിട്ട് ശ്രദ്ധിച്ചാൽ കാണാം. കാരണം അവർ തോറ്റുപോയെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. കാരണം ഇവിടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു, അവരുടെ കരിയറിൻ്റെ പ്രശ്നമുണ്ട്, അവരുടെ ജീവിത പ്രശ്നങ്ങളുണ്ട്. അവർക്കറിയാവുന്ന തൊഴിലല്ലേ അഭിനയം. ഒരു പരിധി കൂടുതൽ എങ്ങനെയാണ് നമുക്ക് ഗാന്ധിജിയാകാൻ പറ്റുമോ? അപ്പോൾ അവർ നോക്കിക്കഴിയുമ്പോൾ അവരെ കൊണ്ട് ചെയ്യാവുന്ന പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇവിടെ മാറ്റങ്ങൾ വന്നു. ഒരുപാട് പേരിപ്പം തുല്യതയുടെ മൂല്യങ്ങൾക്ക് അടിസ്ഥാനമാക്കിയുള്ള, സ്ത്രീകൾക്കും കൂടെ വാല്യുള്ള കഥാപാത്രങ്ങൾ, കഥകൾ, സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട്. സ്ത്രീ ടെക്നീഷ്യൻസ് കൂടുതലായിട്ട് വരുന്നു. അങ്ങനെ അത്യാവശ്യം സ്ത്രീകൾക്കൊരു ചവിട്ടുപടിയായി മലയാള സിനിമയിൽ നിന്ന്. നമുക്കങ്ങനെ പറഞ്ഞ് തെളിയിക്കാനൊന്നും പറ്റില്ലെങ്കിൽ പോലും അണിയറയിൽ സംഭവം അവർക്ക് ഒരു നിലനിൽപ്പിനുള്ള പഴയതിനേക്കാളൊക്കെ ബെറ്ററായി കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറി നിന്നവരെല്ലാം പതുക്കെ സിനിമയിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. കാരണം അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന സിനിമകൾ മലയാളത്തിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ചിലതൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ, അപ്പോൾ അവർക്ക് പഴയതുപോലെ മൂച്ച് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവർ മാറി നിന്നവരും പതുക്കെ മലയാള സിനിമയിലേക്ക് സ്ത്രീകൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതേ നോക്കി, ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ സിനിമക്കാർക്ക് മുഴുവൻ നാറ്റക്കേസാവും. ഈ മാറി നിന്ന സ്ത്രീകൾ എന്ന് വെച്ചാൽ ഒരു പറ്റത്തെ മാത്രം ഞാൻ പറയുമല്ല കേട്ടോ, മൊത്തത്തിൽ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഈ കാര്യം മനസ്സിലാക്കണം. അപ്പോൾ മാറി നിന്ന ആളുകൾ വരുന്നു. ഇവിടെ ഇങ്ങനെ ഈ റിപ്പോർട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ നാറ്റക്കേസാവും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ പേരൊന്നും ഉണ്ടെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പേരുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ സിനിമാക്കാർ മുഴുവൻ ഇങ്ങനെയാണെന്നുള്ളതല്ലേ വരുന്നത്. അപ്പോൾ ഈ സിനിമാ മേഖലയെ സംബന്ധിച്ച് അതിലുള്ള മുൻപന്തിയിലുള്ള ആളുകൾക്കത്, ഏറ്റവും കുറഞ്ഞ പക്ഷേ മുൻപന്തിയിലുള്ള ആളുകൾക്കെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഈ ചെളി ഇങ്ങനെ തെറിക്കുമ്പം ചുമ്മാ നിൽക്കുന്നവൻ്റെ ദേഹത്തും തെറിക്കുമല്ലോ, പിന്നെ അവനും പോയി കഴുകണമല്ലോ, അതുപോലെ. അപ്പം
ഇങ്ങനെ വന്നു കഴിയുമ്പോഴുണ്ടോ ഇവരിങ്ങനെ, അപ്പോൾ ഇവർക്ക് ഈ റിപ്പോർട്ട് കാര്യം പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ അണിയറയിൽ നോക്കുമ്പോഴത്തേനും നമുക്കൊന്ന് ഒന്ന് അസ്യൂം ചെയ്യാം. ഈ അണിയറയിൽ നോക്കുമ്പോഴത്തേനും ഈ റിപ്പോർട്ട് ഇങ്ങനെ നിൽക്കുന്നു, റിപ്പോർട്ട് വേണമെന്ന് ഇവർ പറയുന്നു, ഈ മാറി നിൽക്കുന്നവർ പറയുന്നു. റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ സിനിമാക്കാരെന്നുള്ള നിലയിൽ നമ്മുടെ ഐഡൻറ്റിറ്റികൾക്ക് പ്രശ്നമാവും, നമ്മുടെ ഐഡൻറ്റിറ്റിക്ക് പ്രശ്നമാവും. ആരുടെ പേരുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, മൊത്തത്തിൽ സിനിമാക്കാരെ മുഴുവൻ ബാധിക്കും. അവർക്ക് അവരുടെ ഒരു പേര് പോകുന്ന സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പം കണ്ടോ ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കും. പൊതുവായ ചർച്ചയല്ല, ആഭ്യന്തരമായിട്ടൊരു ചർച്ച നടക്കും. കാരണം എന്താണ്, ഓക്കെ ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ട്, അതിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ചർച്ചകൾ നടക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഞാനൊന്ന് എൻ്റെ ഒരു ഇത് ഞാൻ പറയുവാണ്. അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് ഇത് എത്രത്തോളം യാഥാർത്ഥ്യമായിരിക്കാം എന്നുള്ളത് ചിന്തിക്കാം. അപ്പോൾ ഇങ്ങനെ റിപ്പോർട്ട് പുറത്ത് വരാൻ വേണ്ടിയിരിക്കുന്നു. അതിലെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് രണ്ട് കൂട്ടർക്കും അറിയാം. അപ്പോൾ ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരാളെ മാത്രമല്ല, ഇത് ചെയ്തവരെ മാത്രമല്ല, ചെയ്യാത്തവരെയും കൂടെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മറ്റ് ഇൻഡസ്ട്രികളുമായിട്ട് കോമ്പറ്റ് ചെയ്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിക്ക് അതൊരു ഭയങ്കര പതനമായിട്ട് വരും. നമ്മൾ പുറകോട്ട്, നമ്മുടെ ഗ്രോത്ത് കുറയും. നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാ നടീനടന്മാരും ടെക്നീഷ്യൻസിനെ എല്ലാവരും, സിനിമാ മേഖലയിൽ നിൽക്കുന്ന എല്ലാവരും ബാധിക്കും. എല്ലാവരുടെയും ഭാവിക്ക് അത് ദോഷം ചെയ്യും. കണ്ടോ, ഇത്രയും പോയിന്റ് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഈ പോയിന്റെല്ലാം വാലിഡ് അല്ലേ? അപ്പോൾ ഇത് ഈ മറുപക്ഷം മാറി നിന്നവർ കേൾക്കുവാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ ശരിയാണ്, പക്ഷേ എന്ന് പറയും. അപ്പോൾ വീണ്ടും ഇവർ പറയും, ഓക്കെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ സുരക്ഷയും നിങ്ങൾക്ക് ആവശ്യമുള്ള കഥാപാത്രങ്ങൾ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ സിനിമകളും ഇല്ല എന്നുള്ളതല്ലേ? അതിപ്പോൾ ഉണ്ടല്ലോ, അത് ചെയ്യാൻ ആളുകളും ഉണ്ടല്ലോ, നിങ്ങൾക്ക് സ്പേസ് ഉണ്ടല്ലോ. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അത് ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്നുള്ളതല്ല, അത് ഔദാര്യമൊന്നുമല്ല. പക്ഷേ അതിനുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞു. ഞങ്ങൾക്ക് ആർക്കും നിങ്ങളോട് പ്രത്യേകിച്ച് വിരോധ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അറ്റപ്പറ്റ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് അറിയാമല്ലോ, കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പോകുന്നത്. നമ്മളതിന് വേണ്ട പരമാവധി മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണ്. ഇത്രയും കൂടെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഈ മാറി നിന്ന ആൾക്കാർ എന്ത് പറയും? മാറി നിന്ന ആൾക്കാരെ മാത്രമല്ല ഞാൻ പറയുന്നത്, അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടായിട്ട് പറയുന്നത്. അവരെന്ത് പറയും? അവരും ആലോചിച്ച് നോക്കുമ്പോഴത്തേനും ശരിയാണ്. എന്നാലും മുമ്പ് ഞാൻ പറഞ്ഞ പോയിന്റുകൾ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണ്. അപ്പോൾ അവർക്കൊരു സ്പേസ് ഉണ്ട്, അവരുടെ പ്രായം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, അവർക്കറിയാവുന്ന പണി ഇതേ ഉള്ളൂ. ഇനിയിപ്പം ഞങ്ങൾ ഇത്രയും ചെയ്തു, ഇനി പുതിയ ആൾക്കാർ വരുന്നവർ ബാക്കി ഫൈറ്റ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ അവർ പതുക്കെ ഇങ്ങോട്ട് കയറും. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പല ഇൻ്റർവ്യൂകളിലും കാണാവുന്നതാണ്. സിനിമയിലെ സ്ത്രീകളുടെ പല ഇൻ്റർവ്യൂകളിലും കാണാവുന്നതാണ്. അവരൊരു ആഭ്യന്തര ചർച്ച നടത്തി അതിലൊരു തീരുമാനമായിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പം നമ്മളിനി ഇത്രയും ഒരു കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോധ്യമായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിനെ ഒപ്പോസ് ചെയ്യും, പുറത്ത് വരണമെന്ന് പറയുന്നവർക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പോൾ ഇത്രയും പോയിന്റുകൾ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പറ, എന്ത് പറയാൻ പറ്റും? കാര്യങ്ങളെല്ലാവർക്കും നമുക്കറിയാം. ഓക്കെ, സംഭവിച്ചു പോയി, മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ നെഗോസിയേഷന് തയ്യാറാണ്. ഒരുമിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് അത് ഗുണമാണ്. നമ്മുടെ ഇൻഡസ്ട്രി ഇപ്പോൾ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു സംഭവം വന്ന് നമ്മൾ മൊത്തം അടിയെ പോവും. ഇത് ചെയ്തവരെ മാത്രമല്ല ബാധിക്കുന്നത്, മൊത്തം അടിയെ പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും ഗ്രോത്തിനെ അത് ബാധിക്കും. വെറുതെ അത് ചെയ്യണോ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യാൻ പറ്റും? ഈ റിപ്പോർട്ട് പുറത്ത് വരണമെന്ന് പറയുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരും ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല, കാര്യം ശരിയല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങൾ, രണ്ട് വശത്തെയും കാര്യങ്ങൾ ശരിയല്ലേ? ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശരിയല്ലേ? അപ്പോൾ ആഭ്യന്തരം, ഇത് ഔദ്യോഗികമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ, ആർക്കും പറയാൻ പറ്റത്തില്ല, എനിക്കും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിതിൻ്റെ കാര്യകാരണങ്ങൾ തിരിച്ച് വളരെ സൂക്ഷിച്ച് പറയുന്നത്. റിപ്പോർട്ട് പുറത്ത് വരണമെന്ന് ചോദിച്ചാൽ പുറത്ത് വരണമെന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് തന്നെ പുറത്ത് വരണ്ടെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ആഭ്യന്തരമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായി കഴിയുമ്പോഴത്തേനും പിന്നെ എന്താണ്, പതുക്കെ എല്ലാവരും റിപ്പോർട്ട് വരണോ, റിപ്പോർട്ട് വരണം.
അപ്പോൾ ഇപ്പുറത്തോട്ട് ചോദിച്ച് കഴിയുമ്പോഴത്തേന് ഇപ്പുറത്തെ ആൾക്ക് റിപ്പോർട്ട് വരണോ? വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അങ്ങ് പോവും. ഇങ്ങനെ അങ്ങ് പറഞ്ഞ് അങ്ങ് പോവും. അപ്പോൾ ഇത് റിപ്പോർട്ട് പുറത്ത് വിടാനുള്ള അധികാരികളില്ല. അവരിത് രണ്ടും നോക്കി കഴിഞ്ഞിട്ട് വരണം, വന്നാലും കുഴപ്പമില്ലെന്നോ, വരണം, കുഴപ്പമില്ല, അപ്പോൾ ഉടനെ വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. 2 ദിവസം കഴിഞ്ഞ് വന്നാലും കുഴപ്പമില്ലല്ലോ. റിപ്പോർട്ട് വരണം. അത് 2 ദിവസമൊന്നും അറിയത്തില്ല. റിപ്പോർട്ട് പുറത്ത് വരണം. പുറത്ത് വരാം. ഇവിടെ പുറത്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പുറത്ത് വരണം. പുറത്ത് വരാം. അടിയന്തരമായി ഇപ്പോൾ പുറത്ത് വന്നാൽ പോരെ? ഇപ്പോൾ പുറത്ത് വന്നാൽ പോരെ? പുറത്ത് വരാം, പുറത്ത് വിടാം. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ മറിച്ചും തിരിച്ചും നോക്കി കഴിയുമ്പോഴത്തേനും പുറത്ത് വിടാനൊരു ഇപ്പം അങ്ങോട്ട് പുറത്ത് വിടണ്ട എന്നുള്ളതല്ല, അങ്ങോട്ടൊരു പുറത്തിപ്പം അകത്തിരിക്കുമല്ലേ. ഇപ്പോൾ എടുത്തുകൊണ്ട് വരുന്ന ഒരു താമസം തൽക്കാലം അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ. ഇങ്ങനെ ഈ സംഭവം അങ്ങ് പോവും. ഓക്കെ, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതിനെക്കുറിച്ച് എന്നെക്കാളും ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എനിക്ക് മനസ്സിലായ ഒരു വശമാണ്. സിനിമാ മേഖലയിൽ ഭാവിയിൽ സിനിമ ചെയ്യാനിരിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ എൻ്റെ പഠനഭാഗമായിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അധികം ആരും പറയാത്തൊരു കാര്യം ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതെൻ്റെ അഭിപ്രായമാണ്. ഇത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളും എല്ലാ കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആൾക്കാരല്ലേ, അപ്പോൾ അറിയായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അത് റിപ്പോർട്ട് അവിടെ ചെന്നല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ റിപ്പോർട്ട് പുറത്ത് വന്നില്ലെങ്കിൽ പോലും റിപ്പോർട്ട് പുറത്ത് വന്നതിന് തുല്യമായിട്ടുള്ള ഇരു കൂട്ടർക്കും ഉള്ള ഒരു അങ്ങനൊരു ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതല്ലേ ഇപ്പം ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. എനിവേ പുറത്ത് വരുമോ വരാതിരിക്കുമോ അത് എനിക്കറിയില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യം കിടക്കുന്നത്. അപ്പം നമ്മളാണെങ്കിലും ഇങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ എന്താണെങ്കിലും തുല്യതയുടെ മൂല്യങ്ങൾ, ആധുനിക മൂല്യങ്ങൾ അടങ്ങിയ സിനിമകളും കഥകളും കഥാപാത്രങ്ങളും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളും, അത് സിനിമാക്കാരുടെ മാത്രം കാര്യമല്ല, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളും ഇങ്ങനെ തന്നെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്. അതിനപ്പുറത്തോട്ടിപ്പം എന്താണ്. താങ്ക് യു. ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കുവാനുള്ളത്, അതായത് ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെട്ടു എന്നുള്ളതാണല്ലോ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ സാധാരണ ആളുകൾ എന്ന് പറയുമ്പോൾ വീണ്ടും അങ്ങനെ തരം തിരിച്ച് പറയുന്നതല്ല, മറ്റ് വാക്കുകൾ വേറെ നമ്മളിനി പുതിയതായിട്ട് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള സംസാര രീതി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്, ആധുനിക മൂല്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളത്. അതുകൊണ്ടാണ് പെട്ടെന്ന് വായി വന്ന് ഇങ്ങനെ പറയുന്നതാണ്, ആലോചിച്ച് കണ്ട്, അല്ലെങ്കിൽ പിന്നെ സ്ക്രിപ്റ്റൊക്കെ എഴുതി വ്യക്തമായിട്ട് പറയേണ്ടി വരും. അപ്പോൾ ഈ സാധാരണ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഒരു സാധാരണ ആൾ തന്നെയാണ് പല കാര്യങ്ങളിലും. നമുക്കറിയാവുന്ന കാര്യത്തിൽ അല്പനിമിഷത്തേക്ക് മാത്രം ഒരു അസാധാരണത്വം ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സിനിമാ മേഖലയിൽ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെട്ടു, അപ്പം നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നത് എന്താണ്? സ്ത്രീകളുടെ ചാരിത്രം ആരോ കവർന്നു എന്നുള്ളതാണല്ലോ പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആധുനിക മൂല്യങ്ങൾക്കനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ ചാരിത്രം കവർന്നു, ചാരിത്രം നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല പ്രശ്നം. എങ്ങനെ, ഏത് സാഹചര്യത്തിൽ, എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ചാരിത്രം നഷ്ടപ്പെടുന്ന പ്രശ്നമാണെങ്കിൽ മനുഷ്യന് കല്യാണം കഴിക്കാൻ പറ്റുമോ? അതില്ല. അപ്പോൾ ചോയ്സാണ്. എൻ്റെ എൻ്റെ ഇഷ്ടമോ അനുവാദമോ കൂടാതെ എൻ്റെ ഒരു കാര്യം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ചാരിത്രം നഷ്ടപ്പെട്ടതല്ല. അങ്ങനെ ആയിട്ടുണ്ട്.
പണ്ട് കാലത്ത് മൂല്യം അനുസരിച്ചായിരുന്നു, ചാരിത്രം നഷ്ടപ്പെട്ടു. അത് ഭയങ്കര പ്രശ്നം. ഇപ്പോൾ ചാരിത്രം നഷ്ടപ്പെട്ടതല്ല പ്രശ്നം. അപ്പോൾ ഈ ഈ കാര്യം ഈ പണ്ടുള്ള മൂല്യത്തിൽ നിന്ന് ഈ പുതിയ മൂല്യത്തിലോട്ട് വന്നപ്പോൾ ഉണ്ടായ ഈ മാറ്റം, ഈ ട്രാൻസ്ഫോർമേഷൻ മനസ്സിലാക്കാത്ത ആളുകളാണ്, അല്ലെങ്കിൽ ആളുകൾ ഈ പുതിയ ആധുനിക സ്ത്രീകളെ ഇഷ്ടംപോലെ തെറി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അവരെ മനസ്സിലാക്കാണ്ട് പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു മാറ്റം വന്നിട്ടുണ്ട്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു സ്ത്രീയാണെങ്കിൽ ഞാൻ സിനിമാ മേഖലയിൽ നിന്ന് എനിക്ക് ഉപദ്രവം ഉണ്ടായി, ഞാൻ പീഡനത്തിനിരയായി, കാസ്റ്റിംഗ് കൗച്ചിനിരയായി എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. ചാരിത്രം നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല പ്രശ്നം, എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്, എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എൻ്റെ സമ്മതമോ അനുവാദമോ ഇല്ല അതിനെന്നുള്ളതാണ് അവർ പറയുന്നത്. ചാരിത്രം നഷ്ടപ്പെട്ടതല്ല പ്രശ്നം. ചാരിത്രം നഷ്ടപ്പെട്ടെന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ചാരിത്രം നഷ്ടപ്പെട്ടതല്ല പ്രശ്നം. എൻ്റെ അനുവാദമോ ഇഷ്ടമോ സമ്മതമോ കൂടാതെ എന്നുള്ളതാണ് അവർ പറയുന്നത്. ചിലപ്പോൾ 10-20 വർഷം കഴിഞ്ഞായിരിക്കും പറയുന്നത്. അതെന്താ ഇപ്പോൾ 10-20 വർഷം കഴിഞ്ഞ് പറയുന്നതെന്ന് അന്ന് തന്നെ പറയാം? അങ്ങനെ പറ്റില്ല. നമ്മളൊക്കെ എത്രയോ കാര്യങ്ങൾ അങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട്, തൽക്കാലം പറയാൻ പറ്റാത്തത്. അതൊക്കെ നമുക്കൊരു ഉന്നതിയാവുമ്പോഴത്തേനും അവനവൻ്റെ ഉണ്ടായ വിഷമം അവരവർ പറയും, ഡിസ്കസ് ചെയ്യും. അതെല്ലാവരും ചെയ്യുന്ന കാര്യമില്ലേ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിൽ ഇത് മിസ്യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടോ? ഇല്ലെന്നൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. അപ്പം നിരത്തിലൂടെ നമ്മൾ വണ്ടി ഓടിക്കുന്നു, ഇഷ്ടം പോലെ പേര് തട്ടിപ്പോകുന്നുണ്ടല്ലോ. നമ്മളാരെങ്കിലും വണ്ടി ഓടിക്കാതിരിക്കുന്നുണ്ടോ? ആയുർവേദത്തിൻ്റെ പദ്യം നോക്കുന്ന പോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും റോഡിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റുമോ? എൻ്റെ ഒരു സംശയം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തമാശ പറയുകയാണ്. ഈ പദ്യം നോക്കുമ്പം വണ്ടി ഓടിക്കാൻ പറ്റുമോ? വണ്ടി ഓടിക്കരുതെന്നുള്ളൊരു പദ്യമല്ലേ. വണ്ടി ഓടിക്കുമ്പോൾ ഇടിച്ച് തട്ടിപ്പോയാലോ? പത്തിപ്പഴയായില്ലേ. എനിവേ ഞാനൊരു തമാശ പോലെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, നമ്മൾ അപ്പം ഞാനീ പറഞ്ഞ ഈ തമാശയും പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ നമ്മൾ കാര്യങ്ങൾ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അപ്പോൾ ഈ ചാരിത്രം നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല പ്രശ്നം. അപ്പോൾ അതിനെ ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കുഴഞ്ഞു പോവുള്ളൂ. അപ്പോൾ പ്രധാനപ്പെട്ട പോയിൻ്റേ പറയാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ എങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആധുനിക മൂല്യങ്ങളടങ്ങിയ കഥകൾ എഴുതുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചതിൻ്റെ അറിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് പറയുന്നത്. ഇത്തരം മൂല്യങ്ങൾക്കനുസരിച്ച് ഇങ്ങനെയൊക്കെയാണ് കഥകൾ പോകുന്നത്. ഇപ്പോൾ ആധുനിക കഥകൾ നമ്മളൊരു കഥ എഴുതുമ്പോഴത്തേനും ഇത്തരം ആശയങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. ഇല്ലെങ്കിൽ പഴയ രീതിയിൽ എഴുതി കഴിഞ്ഞ് ഞാൻ നന്നായിട്ടല്ല എഴുതിയതെന്ന് വെച്ചാൽ നന്നായിട്ടാണ് എഴുതിയത്, പക്ഷേ ആർക്കും വേണ്ട, ആൾക്കാർ വായിച്ചിട്ട് വലിച്ചെറിയുകയാണ്. അപ്പോൾ അതാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇതും കൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത് ഈ കാര്യത്തോടൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ ഭാവനയുടെ ലോകത്ത്, അതായത് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഈ വക കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവർക്ക് ഇതൊന്നും പുത്തരിയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം ഇത്തരം കാര്യങ്ങളൊക്കെ, അതായത് ആദ്യം മാറ്റങ്ങളൊക്കെ വരുന്നത് ഈ എൻ്റർടൈൻമെൻറ്റിലൂടെയാണ്, ഭാവനയുടെ ലോകത്തു നിന്നാണ്. അപ്പോൾ ഇത് ആദ്യമേ തുടങ്ങി, ആദ്യം രഹസ്യമായിട്ട് തുടങ്ങും, പതുക്കെ അത് പരസ്യമായിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഏറ്റവും അവസാനമാണ് നമ്മളെപ്പോലെയുള്ള സാധാരണ ആളുകളിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ അവർക്കിതൊന്നും പുത്തരിയൊന്നുമല്ല. ഈ ചാരിത്രം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ, ചാരിത്രം നഷ്ടപ്പെട്ടു, നിങ്ങളാരും അനങ്ങുന്നില്ല എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അവർ ആനപ്പാപ്പാന് ആന എന്ന് പറയുന്ന പോലെ അവരിത് നേരത്തെ തൊട്ടേ ഇഷ്ടം പോലെ പേരുടെ കാര്യം അവർക്കറിയാവുന്ന, അതിന് വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. നമുക്കാണ് അത് വലിയ കാര്യം. കാരണം അത് അങ്ങനെയല്ല എന്നുള്ളത് അവരിപ്പം പഠിച്ചു കഴിഞ്ഞു. അത്രയും കാലത്തെ അവരുടെ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളിലോട്ട് ആ അറിവ് എത്തിയിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെ ഇതിലുണ്ട്. പിന്നെ എല്ലാ സ്ത്രീകളും സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി ഉള്ളവരും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി ഉണ്ടാക്കുവാൻ
ആഗ്രഹിക്കുന്നവരും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണിയും സൗകര്യമൊക്കെ ഉള്ളവരാണ്. അവരാരും ഒരിക്കലും മറ്റൊരാളുടെ പേരിൽ അറിയപ്പെടാനോ ജീവിക്കാനോ താല്പര്യപ്പെടില്ല. ആ സ്ഥിതിക്ക് തന്നെ പഴയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഇനിയുള്ള സ്ത്രീകൾ സപ്പോർട്ട് ചെയ്യത്തില്ല. എനിക്കൊരു ഉപദ്രവം ഉണ്ടായി എന്നൊരു സ്ത്രീ പറയുമ്പോൾ എന്താ പറയുക, എൻ്റെ അനുവാദം ഇല്ലാണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനർത്ഥം. അല്ലാണ്ട് ഉപദ്രവം ഉണ്ടായത് വലിയ കാര്യമാണ് എന്നുള്ളതല്ല. പഴയ ആളുകൾ മനസ്സിലാക്കുമ്പോഴത്തേനും ഉപദ്രവം ഉണ്ടായി, അത് ഭയങ്കര ഇതായല്ലോ എന്നുള്ള അങ്ങനെയല്ല. എനിക്കൊരു ഉപദ്രവം ഉണ്ടായി എന്നൊരു സ്ത്രീ പറയുമ്പോൾ അത് എൻ്റെ അനുവാദം ഇല്ലാണ്ട് സംഭവിച്ചുകൊണ്ടാണ് അത് ഉപദ്രവമായത് എന്നുള്ളതാണ്. അതിനെ വേർതിരിച്ച് ഈ കാര്യങ്ങളൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്കിതൊന്നും പിടികിട്ടത്തില്ല. വെറുതെ ആ സ്ത്രീയെ ചീത്ത വിളിക്കും, സ്ത്രീകളെ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ നമുക്കൊന്നും പിടികിട്ടത്തില്ല. വേണ്ട രീതിയിൽ അതിനെ കണക്കിലെടുക്കാണ്ട് പോകും. അപ്പോൾ അതാണ് ഇത്തരം വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഒരു ഉപദ്രവം ഉണ്ടായി എന്നൊരു സ്ത്രീ പറയുമ്പോൾ അത് എന്തുകൊണ്ട് അത് ഉപദ്രവമായി എന്നുള്ളത് എൻ്റെ അനുവാദം ഇല്ലാണ്ട് അത് സംഭവിച്ചുകൊണ്ടാണ് അത് ഉപദ്രവമായത്, അല്ലാത്ത പക്ഷേ അത് ഉപദ്രവമല്ല എന്നുള്ളതാണ്. ഒരു കാര്യത്തിന് ഞാൻ അനുവാദം നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് കാര്യമാണെങ്കിലും ഞാൻ ഓക്കെയാണ്. എത്ര നിസ്സാരമായ കാര്യമായിക്കോട്ടെ, ഞാൻ അനുവാദം തന്നിട്ടില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അതിനെ മനസ്സിലാക്കണം. പഴയ മൂല്യം വെച്ച് ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റത്തില്ല. വളരെ സൂക്ഷ്മതയോടുകൂടി മനസ്സിലാക്കിയെങ്കിലേ ഉള്ളൂ, കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കിയെങ്കിലേ ഉള്ളൂ ഇതൊക്കെ പിടികിട്ടത്തുള്ളൂ. കാരണം പഴയ മൂല്യങ്ങൾ വെച്ച് എനിക്കൊരു ഉപദ്രവം ഉണ്ടായി എന്ന് ഇനി ആ രീതിയിൽ ആരും പറയാൻ പോകുന്നില്ല, ഒരു സ്ത്രീയും പറയത്തില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ ചെല്ലും ചെലവിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു കാര്യം ഉണ്ടായത് എന്താ പറയണേ, എനിക്കത് ബുദ്ധിമുട്ടായി, ഉപദ്രവമായി മാറി എന്നാരും പരാതി പറയില്ല. ഞാൻ അനുവദിക്കാത്തൊരു കാര്യം എനിക്ക് സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ പരാതി. ഞാൻ പറഞ്ഞ ആദ്യത്തെ നിലവാരത്തിൽ ആരും ഒരു കാര്യം അഡ്രസ്സ് ചെയ്യില്ല. കാരണം അങ്ങനെ അഡ്രസ്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി ഉള്ള ഒരു സ്ത്രീക്ക് സംഭവിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റൊരാളുടെ അടിമയാണ്, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു കാര്യം എനിക്ക് സംഭവിച്ചത് പ്രശ്നമായിട്ടുണ്ട്. സോ അങ്ങനെ ആ രീതിയിൽ ആ ഒരു സ്ത്രീ സമ്മതിക്കേണ്ടി വരും. അങ്ങനെ സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി ഉള്ള ഒരു സ്ത്രീ, അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ആധുനിക സ്ത്രീ ഒരു കാരണവശാലും അങ്ങനെ പൊതുവായിട്ട് അവർ മറ്റൊരാളുടെ അടിമയാണ്, മറ്റൊരാളുടെ ചെല്ലും ചെലവിലുമാണ് ജീവിക്കുന്നതെന്ന് സമ്മതിക്കുകയില്ല. പക്ഷേ എന്താണ്, ആ കാര്യം തന്നെ ഗൗരവമാവും. എങ്ങനെ? ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെയൊക്കെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഞാൻ അനുവദിക്കാത്തൊരു കാര്യം എനിക്ക് സംഭവിച്ചു, എൻ്റെ അനുവാദമില്ലാണ്ട് ഇങ്ങനൊരു കാര്യം എനിക്ക് സംഭവിച്ചതുകൊണ്ട് അതെനിക്ക് പ്രശ്നമാണ്. അതൊരു ഗൗരവപരമായ കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കാര്യം എന്താണ്, ഈ സബ്ജക്റ്റൊക്കെ ആയിട്ട് ബന്ധമുള്ള കാര്യമാണ്. ഇത് ഞാൻ ആധുനിക മൂല്യങ്ങളടങ്ങിയ ആധുനിക കഥകൾ എഴുതുന്നതുകൊണ്ട്, ആധുനിക സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്, ആധുനിക രീതിയിലുള്ള നടന വൈഭവം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഞാനൊരു കഥ എഴുതുമ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം, ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് എഴുതുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിപ്പം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി വന്നു കഴിഞ്ഞപ്പോൾ പരത്തി അങ്ങ് പറഞ്ഞതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ എനിക്ക് മാത്രം അറിയാവുന്ന കാര്യമൊന്നുമല്ല. ഇപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ ഒരുപാടുണ്ടെന്നുള്ളതല്ലേ, ഞാൻ മാത്രമല്ല. പിന്നെ ചിലർക്ക് ചില സാഹചര്യത്തിൽ എല്ലാം പറയാൻ പറ്റില്ലായിരിക്കാം.
അതിപ്പോൾ അവരെ പോലെ തന്നെയാണ് എനിക്കും ചില സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുവാനോ പറയുവാനോ പറ്റത്തില്ല. പക്ഷേ പറ്റാവുന്ന കാര്യങ്ങൾ പറയും. അന്നേരം അത് മറ്റുള്ളവർക്കും കൂടി പ്രയോജനകരമാവും. മറ്റാരെങ്കിലും പറയുന്നത് ചെയ്യുന്നതും എനിക്കും പ്രയോജനകരമാവും പല അവസരങ്ങളിലും. അങ്ങനെയൊക്കെയാണിത്. എന്താണെങ്കിലും ഇതൊക്കെയാണ്. അഗെയിൻ താങ്ക് യു.